ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും ഈ ഒരു വീക്കിലത്തെ ലാസ്റ്റ് ട്രേഡിംഗിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് കാണുന്നു. 25,250 എന്നുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. 68 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം, ഏകദേശം 0.5% ഒരു നേട്ടം മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയും വളരെയധികം പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ മിനിറ്റിൽ 240-ലധികം പോയിന്റുകളുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു മൊമെൻറ്റം കാണുന്നു. IT വളരെ ഫ്ലാറ്റാണ്. മെറ്റൽ ഇൻഡെക്സ് ഒരു 0.5% കൂടുതൽ ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ PSU ബാങ്ക് ഇൻഡെക്സും 0.5% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുകയാണ്. റിയൽറ്റി, മീഡിയ, ഫാർമ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് പ്രധാനമെന്ന് തന്നെ പറയാം. മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന TCS റിസൾട്ടിലേക്കാണ് ഫോക്കസ് എത്തുന്നത്. ഓൾമോസ്റ്റ് പ്രതീക്ഷകൾ നിലനിർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് TCSനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത്. TCSനെ സംബന്ധിച്ചിടത്തോളം ലേ ഓഫ് ഉണ്ടായിരുന്നു, ഈ H1B വിസ സംബന്ധിച്ചിട്ടുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു, റുപ്പിയുടെ ഡിക്ലൈൻ നിരന്തരമായിട്ടുള്ള അങ്ങനത്തെ പ്രധാനപ്പെട്ട ആശങ്കകളൊക്കെ തന്നെ നിലനിന്ന സമയത്താണ് റിസൾട്ടുകൾ വന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? കാരണം ഇന്നും കുറേ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി ടാറ്റ എലക്സി അടക്കം റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മറ്റ് അപ്ഡേറ്റ്സ്? ജാസ്മിൻ, ആക്ച്വലി ഇന്ന് ഫ്രൈഡേ അല്ലേ? താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാൻ കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് പറയാത്തതുകൊണ്ട് ഒരു പ്രേക്ഷകൻ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചു, ഇന്ന് നിങ്ങൾ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം മുടങ്ങാതെ തന്നെ നമ്മൾ പറഞ്ഞേക്കാം, താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ ആൻഡ് ഓൾ വിഷസ് ടു എവ്രി വൺ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ വളരെ സാഡ് ന്യൂസോടുകൂടിയാണ് ശരിക്കും ഇന്ന് തുടങ്ങേണ്ടതെന്നുള്ളത്. അതായത് ദ സാഡ് ഡിമൈസ് ഓഫ് TT ജഗന്നാഥൻ. TT ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് കാണും, ഈ TTK പ്രസ്റ്റീജിൻ്റെ ചെയർമാനാണ്. 2 ലിസ്റ്റഡ് കമ്പനി നമുക്കറിയാം. TTK പ്രസ്റ്റീജ് എന്നൊരു ലിസ്റ്റഡ് കമ്പനി ഉണ്ട്, TTK ഹെൽത്ത് കെയറും ഉണ്ട്. ഈ TTK എന്ന് പറയുന്നത് TT കൃഷ്ണമാചാരി എന്നുള്ള TT കൃഷ്ണമാചാരിയൊക്കെ ഞാൻ ഈ 1980s ആ തുടക്കത്തിലൊക്കെ ദൂരദർശൻ നമുക്ക് തുടങ്ങുമ്പോൾ വളരെ ചുരുക്കം അഡ്വർടൈസ്മെൻറ്റുകളിൽ ഉണ്ടായിരുന്ന ആ സമയത്തുള്ളതായിരുന്നു ഈ TT കൃഷ്ണമാചാരി ആൻഡ് സൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുതലേ നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ഡെയിലി ലൈഫിൽ വന്നു പോവുകയും ചെയ്തിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഈ TTK അല്ലെങ്കിൽ TT കൃഷ്ണമാചാരി എന്നുള്ള. അതിൻ്റെ ചെയർമാനാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപോയേക്കുന്നതെന്നുള്ള. അപ്പോൾ TTK പ്രസ്റ്റീജിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട, ആ ബ്രാൻഡ് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് പ്രഷർ കുക്കർ, നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് നെയിം തന്നെയാണ്. എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും, ഓൾ വാക്സ് ഓഫ് ലൈഫിലെ ആൾക്കാർക്കും ആ പ്രോഡക്റ്റ് അറിവുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇത് കൂടാതെ TTKയുടെ ഹൗസിൽ നിന്നാണ് കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. അതായത് ഈ വുഡ്വേർഡ്സ് ഗ്രൈപ്പ് വൈൻ, നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന ഗ്രൈപ്പ് വൈൻ, ഗ്രൈപ്പ് വാട്ടറൊക്കെ ഈ പറയുന്ന പോലെ TTKയുടെ സ്റ്റേബിളിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഫ്രയംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഈ ഡിയോഡറൻസ് ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ EVA എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഇതൊക്കെ TTKയുടെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇദ്ദേഹം IIT മദ്രാസിൽ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റെസ്റ്റ് ഇൻ പീസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇറയുടെ അവസാനമായിട്ട് ഇപ്പോൾ എൻ്റെ ഏജിലൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹൗസ് ഹോൾഡ് നെയിംസ് ആണ് ഈ പ്രോഡക്ട്സും. അതുമാത്രമല്ല ഈ TT ജഗന്നാഥനൊക്കെ. എനിവേ റെസ്റ്റ് ഇൻ പീസ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഈ ഫ്രൈഡേ നമുക്ക് സന്തോഷകരമായിട്ടുള്ള വേറെ ന്യൂസ്, അതായത് സന്തോഷമെന്ന് പറയാൻ പറ്റില്ല, ഒരു ആശ്വാസകരമായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ഇസ്രായേൽ ക്യാബിനറ്റ് ഫൈനലി റാറ്റിഫൈസ് ഗാസ സീസ് ഫയർ ആൻഡ് ഹോസ്റ്റേജ് ഡീൽ വിത്ത് ഹമാസ്. അതങ്ങനെ ഫൈനലി നടന്നിരിക്കുന്നു, ഓൺ പേപ്പർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രൂപ്സിൻ്റെ വിഡ്രോയൽ ഗാസയിൽ നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നടക്കും എന്നുള്ളതാണ്. അങ്ങനെ ഫൈനലി പീസ് ഈസ് എമർജിങ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. അതായത് ഓരോ ജീവനും ഈ പറയുന്ന പോലെ നഷ്ടപ്പെട്ടതിൽ നമ്മൾ സങ്കടപ്പെടുന്നു എന്നുള്ളതാണ്. ഫൈനലി ദാറ്റ് ഈസ് കമ്മിങ് ടു ആൻഡ് എൻഡ്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ ആശ്വാസം തന്നെയാണ് അല്ലേ? മാർക്കറ്റിനപ്പുറമൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ 2 രാജ്യങ്ങളിലും ഇതേപോലെ ഒരു ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിസൺസിന് ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പീസ് ഓഫ് ന്യൂസ്, അതായത് നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് 2:30 നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡീലെന്ന് അല്ലെങ്കിൽ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നോബൽ പീസ് പ്രൈസ് ഫോർ 2025 ഇന്ന് ഇന്ത്യൻ ടൈം IST ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ഡിക്ലറേഷൻ കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അതായത് ഈ നോർവീജിയൻ നോബൽ കമ്മിറ്റി ഹൂ ഈസ് ബിഹൈൻഡ് ഡിസൈഡിങ് ഹൂ ഷുഡ് ഗെറ്റ് ദ നോബൽ പ്രൈസ് October 7th തന്നെ ഇത് ഡിസൈഡ് ചെയ്തു എന്നാണ് സോഴ്സസ് പറയുന്നത്. October 7th എന്ന് പറയുന്നത് ഇന്നലെയും മിനിങ്ങാന്നും 2 ദിവസമായിട്ട് നടക്കുന്ന ഈ ഇസ്രായേൽ ഗാസ സീസ് ഫയറിന്
മുമ്പേ ആണ് നടന്നതെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. കാര്യം ഇത് ട്രംപിൻ്റെ പൊൻതൂവലാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതൊരു കണക്കിന് സത്യവുമാണ് കേട്ടോ, നമുക്കത് ഡിനൈ ചെയ്യാനും പറ്റില്ല. പക്ഷേ October 7 ഈ നോർവീജിയൻ നോബൽ പ്രൈസ് കമ്മിറ്റി ഡിസൈഡ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ആൽഫ്രഡ് നോബലില്ലേ, അതായത് ദ ഫാദർ ഓഫ് നോബൽ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം എനിക്ക് തോന്നുന്നു സ്വീഡിഷ് ഒറിജിൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എങ്കിലും ഈ നോബൽ പീസ് പ്രൈസ് ഡിക്ലെയർ ചെയ്യാൻ നോർവീജിയൻ പാർലമെൻറ്റ്, അതായത് നോർവേ പാർലമെൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന 5 അംഗ കമ്മിറ്റി മെമ്പേഴ്സിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതാണ് അതിൻ്റെ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റ്, നോർവീജിയൻ പാർലമെൻറ്റ്, നോർവേ പാർലമെൻറ്റാണ് ഈ 5 പേരെ പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതൊരു പ്രൈവറ്റ് ബോഡിയാണ്, ഇതൊരു പ്രൈവറ്റ് പ്രൈസ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരാണ് ആരാണ് വിന്നർ നോബൽ പീസ് പ്രൈസറിൻ്റെ, അതായത് പാർലമെൻറ്റ്, നോർവീജിയൻ പാർലമെൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന 5 പേരാണ് ഇത് ആർക്കാണ് എന്നുള്ളത് നിശ്ചയിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ഞാൻ ജസ്റ്റ് ഈ ന്യൂസ് കേട്ടപ്പോൾ നമുക്കറിയാലോ നോബൽ പ്രൈസ് ഡിക്ലെയർ ചെയ്യണത് നോർവീജിയൻ നോമിനേറ്റഡ് മെമ്പേഴ്സാണെന്നറിയാം. ട്രംപ് ആണെങ്കിൽ ഒരു സൈഡിൽ കൂടി അത് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, നോർവീജിയയ്ക്ക് മേൾ US എത്രയാണ് ടാരിഫ് വച്ചിരിക്കുന്നത് എന്നുള്ള. അപ്പം മനസ്സിലായി ഈ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നോർവേ എന്ന് പറയുന്നത്, നോർവീജിയൻ കൺട്രി എന്ന് പറയുന്നത് ഈ ഫിഷിംഗ്, സീ ഫുഡ് എക്സ്പോർട്സിൻ്റെ ഒക്കെ വലിയൊരു രാജ്യമാണ്. ഈ സാൽമൺ എക്സ്പോർട്സ് ഒക്കെ US ഒരുപാട് ചെയ്യുന്നൊരു കൺട്രി. അപ്പം ഞാൻ ഈ ട്രംപ്, നോബൽ പീസ് പ്രൈസ്, നോർവീജിയൻ കമ്മിറ്റി ഒക്കെ കൂടെ വെച്ച് US അഡ്മിനിസ്ട്രേഷൻ, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എത്രയാണ് നോർവേക്ക് മേൾ വച്ചിരിക്കുന്ന ഒരു ടാരിഫ് എന്ന് നോക്കി. കാര്യം ഇനി ആ ഒരു കാരണം നോർവീജിയൻ പാർലമെൻറ്റിലെ കമ്മിറ്റി മെമ്പേഴ്സിനെ ചൊറിയാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴത്തേക്കും 15% ആണ് വച്ചിരിക്കുന്നത് എന്നുള്ളത്. സാമാന്യം മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആരാണ് ഇപ്രാവശ്യം കിട്ടണമെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ ഈ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്തെ ഞാൻ ഇന്ന് ന്യൂസ് കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള ബെറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ലോകത്ത് ഇതുപോലെ ബെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ട് കാര്യം. ആർക്ക് നോബൽ പ്രൈസ് കിട്ടും, പീസ് നോബൽ പ്രൈസ് കിട്ടും എന്നുള്ളത് വരെ ലോകത്ത് ബെറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുവഴി നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 3 പേർക്കാണ് ചാൻസ് പറയുന്നത്. 3 പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഓർഗനൈസേഷൻ, അതായത് സുഡാൻസ് എമർജൻസി റെസ്പോൺസ് റൂം. സുഡാൻ എമർജൻസി റെസ്പോൺസ് റൂം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിവിൽ വാറിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സിൻ്റെയാണ്. അതെങ്ങനെയാണ്, അതിൽ ആർക്കാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് അവർ ഒരു ഫ്രണ്ട് റണ്ണർ ആണ് നോബൽ പീസ് പ്രൈസിന്. ഏതാണ്ട് 32 തൊട്ട് 38% വരെ ബെറ്റിംഗ് അവർക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ളതാണ് പല പോപ്പുലർ ബെറ്റിംഗ് സൈറ്റ്സും കാണിക്കുന്നതെന്നുള്ള. രണ്ടാമത് അലക്സെയ് നവാൽനിയുടെ വിഡോ. അലക്സെയ് നവാൽനിയുടെ വിഡോ എന്ന് പറയുന്നത് ആ ലേഡിയാണ് റഷ്യൻ ഒപ്പോസിഷൻ്റെ ഫസ്റ്റ് ലേഡി എന്ന് പറയുന്നത്. അതായത് ഈ അലക്സെയ് ശരിക്കും പറഞ്ഞാൽ പുട്ടിൻ്റെ ഭയങ്കര വലിയൊരു എതിരാളിയായിരുന്നു എന്നുള്ള. ഫെബ്രുവരി മാസം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു വീഡോ അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് റഷ്യയിൽ ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആ ലേഡിക്ക് ഏതാണ്ട് 9 to 11% വരെ ഈ പറയുന്ന പോലെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് പല ബെറ്റിംഗ് വെബ്സൈറ്റ്സും അല്ലെങ്കിൽ ആപ്സും പറയുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രംപിൻ്റെ ചാൻസസ് നോക്കുകയാണെങ്കിൽ ഏതായാലും 6 to 25% അവിടെയുണ്ട്. ബട്ട് ഞാൻ ഈ പറഞ്ഞില്ലേ, October 7 തന്നെ ഇത് ഡിസൈഡ് ചെയ്തുകൊണ്ട് ആദ്യത്തെ 2 പേർക്കായിരിക്കും ചാൻസസ് കൂടുതൽ എന്നാണ് ഈ ബെറ്റിംഗ് വെബ്സൈറ്റ്സ് പറയുന്നത്. ബട്ട് വി ഡു നോട്ട് നോ ട്രംപ് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം. ബട്ട് അത് വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഉച്ചയ്ക്ക് 2:30 കഴിയുന്നതോടുകൂടി നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നുള്ള. പിന്നെ US മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. US മാർക്കറ്റ് ക്ലോസ്ഡ് ലോവർ, അതായത് ഈ ഷട്ട് ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു 9ാമത്തെ ദിവസമായി ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഗെയിംസ് ഉണ്ടായിരുന്നു അതൊക്കെ ഗിവ് അപ്പ് ചെയ്തിട്ട് US മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.52% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 100 0.15% ഡൗൺ ആയിരുന്നു. S&P 500 0.28% ഡൗൺ ആയിരുന്നു. അപ്പോൾ നാസ്ഡാക്ക് അല്ലെങ്കിൽ S&P അല്ലെങ്കിൽ ഡൗ ജോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് സമ്മറൈസ് ചെയ്യാം. ട്രഷറി ഈൽഡ് നോക്കുകയാണെങ്കിൽ US 10-year ബോണ്ട് ഈൽഡ് ഫ്ലാറ്റ് ആണ്. 4.13% ആണ് കാണിക്കുന്നത്. കാര്യം ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ ഡേറ്റ ഒന്നുമില്ല. അപ്പോൾ ഡേറ്റ ബ്ലാക്ക് ഔട്ട് ആയത് കാരണം തന്നെ ഫ്ലാറ്റ് ആയിട്ടാണ് US 10-year ട്രഷറി ഈൽഡ് കാണിക്കുന്നത് 4.13. ഗോൾഡ് ആൻഡ് സിൽവർ കണ്ടിന്യൂസ് ടു ഷൈൻ അല്ലേ. ഇടയ്ക്ക് ഗോൾഡ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു $4,000 per ounce വീണ്ടും റീക്ലെയിം ചെയ്തു എന്നാണ് തോന്നുന്നത്. ഗോൾഡ് അങ്ങനെ നിൽക്കുന്നു. സിൽവർ ഫോർ ദ ഫസ്റ്റ് ടൈം ഹാസ് ക്രോസ്ഡ്
$50 per ounce എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. $50 per ounceൻ്റെ മുകളിലേക്ക് പോയി എന്നാണ്. 50 ഇതിനു മുമ്പേ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. $50 per ounceലേക്ക് പോയി എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇവിടുത്തെ സിൽവർ ETFs അല്ലേ, സിൽവർ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഒക്കെ വളരെ പ്രീമിയത്തിൽ NAVയുടെ മുകളിൽ വലിയ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യണത് എന്നുള്ളത്. അത്രയ്ക്ക് മാത്രം ഓപ്റ്റിമിസം സിൽവറിലുണ്ടെന്നുള്ള ഞാൻ ചില ETF ഒക്കെ നോക്കിയപ്പോഴേ ടാറ്റ സിൽവറിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 12% ആണ്. പ്രീമിയം 12% അപ്പ്. UTI സിൽവർ 10% അപ്പ്. HDFCൻ്റെ ആ സിൽവർ ETF 10% അപ്പ്. നിപ്പോൺ ഇന്ത്യ പ്രീമിയം 5.5%, SBI 5.4%, ആദിത്യ ബിർള സൺലൈഫിൻ്റെ 6.2% പ്രീമിയമാണ്. ഇപ്പോൾ ETF ഒക്കെ നോക്കുകയാണെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂവിനെ കാട്ടിലും വളരെ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ഹോപ്പ് ട്രേഡ് സിൽവറിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഇതേപോലെ സിൽവർ പ്രൈസ്, ഗോൾഡ് പ്രൈസ് കയറിയതും പറഞ്ഞു ഏതാണ്ട് ആ സമയങ്ങളിലാണ്. അതായത് 1979, ലേറ്റ് 1979 അല്ലെങ്കിൽ 1979 മുതൽ 1980 വരെ വളരെ ഒരു ഡ്രീം റൺ ഈ പ്രഷ്യസ് മെറ്റൽസ് ആയ ഗോൾഡും സിൽവറിലും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ഗോൾഡ് അതിനുശേഷം 1980 പീക്ക് അടിച്ചതിന് ശേഷം 1990 വരെ ഡോളർ ടേംസിൽ 62% കറക്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേസമയം സിൽവറിലൊരു വലിയൊരു കഥയുണ്ടായിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പല പ്രേക്ഷകർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ഹണ്ട് ബ്രദേഴ്സ്, ദ സ്റ്റോറി ഓഫ് ഹണ്ട് ബ്രദേഴ്സ്, HUNT ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ഒരു കഥയുണ്ടായിരുന്നു. അതായത് ഈ ഹണ്ട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സസ് US വളരെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഫാമിലിയായിരുന്നു. അവരുടെ ഫാമിലി ബിസിനസ് മെയിൻലി ഓയിലായിരുന്നു. അവരന്ന് ഈ സിൽവറിൽ ഒരു കളി കളിച്ചു, ഒരു ഗെയിം കളിച്ചു എന്ന് വെച്ചാൽ ദേ ബിലീവ് ദാറ്റ്, അതായത് ഈ ഇൻഫ്ലേഷനൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിൽവറിന് വളരെ വാല്യൂബിൾ ആയിട്ട് പ്രോഡക്റ്റായിട്ട് മാറും എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തു. കുറച്ച് ആൾക്കാർ അവിടെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ള അതിൻ്റെ ഫോർ ഫ്രണ്ടിൽ നിന്നത് ഈ ഹണ്ട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ബ്രദേഴ്സ് ആയിരുന്നു, ടെക്സാസ് USA എന്നുള്ള. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ ബിഗാൻ ടു ബൈ ആസ് മച്ച് ആസ് സിൽവർ പോസിബിൾ. സിൽവർ ഏതൊക്കെ മാർക്കറ്റിൽ കൂടെ അവർക്ക് മാർക്കറ്റിൽ കിട്ടുമോ അതെല്ലാം മേടിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അവരാദ്യം നമുക്കറിയാലോ എല്ലാവരും വാങ്ങിക്കുന്നത് എന്താ, ഫിസിക്കൽ സിൽവർ. ഫിസിക്കൽ സിൽവർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ട്രേഡബിൾ ആയിട്ട് സിൽവർ ഉണ്ടോ അതൊക്കെ അവർ മേടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെന്താ കോയിൻസ്, ബാർസ് ഒക്കെ ഫിസിക്കൽ സിൽവറായിട്ട് അവർ കുറേ മേടിച്ചു. അത് കഴിഞ്ഞ് അവർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് സിൽവറിൽ മേടിച്ചു. അതായത് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓപ്റ്റിമിസം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കാം, സിൽവറിൽ ബുള്ളിഷ് ആവാം, അത് എല്ലാ മാർഗവും അവർ യൂസ് ചെയ്തു എന്നുള്ള. സിൽവർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് നല്ലോണം മേടിച്ചു, ഫിസിക്കൽ സിൽവർ ഒരുപാട് മേടിച്ചു. ഏതാണ്ട് 1978, 79, 80 കൊണ്ട് 80യുടെ ഇതുകൊണ്ട് ഏതാണ്ട് അത് റിപ്പോർട്ട് ചെയ്യണത് അവർ കൺട്രോൾ ചെയ്തിരുന്നത് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സിൽവറിൻ്റെ 50% ഇവർ കോർണർ ചെയ്തു എന്നാണ്. ട്രേഡിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സിൽവറിൻ്റെ 50% ഇവർ കോർണർ ചെയ്തു എന്നുള്ള. അപ്പോൾ സിൽവർ പ്രൈസസ് അന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഏർലി 1979 $10 per ounce ഇന്ന് അത് ഏതാണ്ട് $50 per ounceൻ്റെയൊക്കെ അടുത്ത് വരെ 1980 ജാനുവരിയൊക്കെ ആയപ്പോൾ എത്തി. അതായത് ഒന്നാലോചിച്ച് 5 times റിട്ടേൺസ് ഇൻ എൻ ഇയർ. ഭയങ്കര രീതിയിൽ. ഇവരാണെങ്കിലോ ഓരോ ദിവസം സന്തോഷിച്ച് കൂടുകയാണ്. കാര്യം ലോകത്തെ ട്രേഡബിൾ ഫോർമാറ്റിലുള്ള 50% സിൽവറും ഇവർ കോർണർ ചെയ്തു എന്നുള്ള. ഓൺ മാർച്ച് 27, 1980 ഓൺ മാർച്ച് 27, 1980 നമ്മൾ ഭാവിയിൽ പിന്നെ അതിനെ പറയണമെന്നറിയോ, സിൽവർ തേഴ്സ്ഡേ എന്നാണ് ആ ദിവസത്തെ പറയുന്നത്. അന്നെന്ന് വെച്ചാൽ അതായത് ഈ ഹണ്ട് ബ്രദേഴ്സ് ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ന്യൂസ് ലോകമെമ്പാടും എത്തി. കമോഡിറ്റി എക്സ്ചേഞ്ചുകളൊക്കെ അത് നോട്ടീസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവർ സിൽവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. കാര്യം ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇവർ കൺട്രോൾ ചെയ്ത് തുടങ്ങി. അതായത് സപ്ലൈ കംപ്ലീറ്റ് ഇവർ കോർണർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ കോമെക്സ്, അതായത് കമോഡിറ്റി എക്സ്ചേഞ്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നു. എന്നാൽ മാർച്ച് 27, 1980 പുതിയ റൂൾ എന്താ? ഒന്നെന്ന് പറയുന്നത് മാർജിൻ റിക്വയർമെൻറ്റ്. നമ്മൾ ഈ F&Oയിലൊക്കെ നമ്മൾ എടുക്കാൻ നേരത്തുള്ള മാർജിൻ റിക്വയർമെൻറ്റ്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് മേടിക്കാനുള്ള മാർജിൻ റിക്വയർമെൻ്റ് ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്തു. ഓക്കെ, കോമെക്സ്. രണ്ടാമത് ഒരു വ്യക്തി എത്രത്തോളം സിൽവർ മേടിക്കണം എന്നുള്ളതിന് റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്നു. അതായത് ഇനി എന്തൊക്കെ ടോപ്പ് മോസ്റ്റ് റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും റൂൾസും കംപ്ലയൻസും ഒരു കമോഡിറ്റി എക്സ്ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആ ബബിൾ പൊട്ടുന്നത്. അതിനെയാണ് നമ്മൾ സിൽവർ തേഴ്സ്ഡേ എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു ഫോൾ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് ഈ $50 per ounceൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ ഫോള് തിരിച്ച്
താഴേക്ക് $10 പെർ ഔൺസിലേക്ക് വന്ന ഒരു കറക്ഷൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹണ്ട് ബ്രദേഴ്സിനെ അങ്ങ് പാപ്പരാക്കിയിട്ടൊന്നുമില്ല, ബട്ട് ഈവൻ ദെൻ സബ്സ്റ്റാൻഷ്യൽ വെൽത്ത് അവരെ ലൂസ് ചെയ്തു എന്നുള്ളതാണ്. അന്നത്തെ കണക്ക് എനിക്ക് തോന്നുന്നു പറയണത് അവർക്ക് $1 ബില്യൺ അന്നത്തെ $1 ബില്യൺ ഓരോരുത്തർക്കും നഷ്ടമായി. അതായത് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 4 to 5 ബില്യൺ US, ചിലപ്പോൾ അത് ഇന്നുണ്ടായിരുന്നെങ്കിലുള്ള വാല്യൂ, അത്രയ്ക്ക് മാത്രം നഷ്ടം ഹണ്ട് ബ്രദേഴ്സിന് ഉണ്ടായി എന്നുള്ളതാണ്. നെൽസൺ ബങ്കർ ഹണ്ട്, വില്യം ബങ്കർ ഹണ്ട്, ആ 2 പേരാണ് ഈ എന്താ പറയുക ഈ ഹണ്ട് ബ്രദേഴ്സ് എന്ന് നമ്മൾ എപ്പോഴും വിശേഷിക്കുന്നത്. ഇതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ MTF ഒക്കെ 2 ദിവസം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ നെഗറ്റീവ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ പോസിറ്റീവ്സ് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു, നെഗറ്റീവ്സും എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്നിതാ വീണ്ടും പറയുന്നു, ഈ ഹണ്ട് ബ്രദേഴ്സിൻ്റെ സിൽവർ സ്റ്റോറി ഔട്ട്കം എന്താണ്? നിങ്ങൾ മാർജിൻ എടുത്ത് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ് എന്ന് കാണിച്ചു. ഒന്ന്. രണ്ടാമത്, ഈ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കോർണർ ചെയ്തിട്ട് മാർക്കറ്റ് പിടിക്കാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യാൻ പോണത് എങ്ങനെയാണ് എന്നുള്ള ഒരു പാഠം ഈ സ്റ്റോറി പഠിപ്പിച്ചു. 3, ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് F&Oൻ്റെ റിസ്കിനെസ് എന്താണെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ കമ്മോഡിറ്റി പ്രൈസസിന് ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അതായത് ഒരു ഗവൺമെൻറ് റെഗുലേഷൻ പോലും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, ഒരു ഗവൺമെൻറ് റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡിയുടെ റെഗുലേഷൻ എങ്ങനെയാണ് ഒരു കമ്പനിയെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ഒരു റാക്സ് ടു റിച്ചസ് സ്റ്റോറിയും അല്ലെങ്കിൽ റിച്ചസ് ടു റാക്ക് സ്റ്റോറിയും ആക്കുന്നതും കൂടെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലാസ്റ്റ് ലൈനിൽ ഞാൻ പറഞ്ഞില്ല, ഈ റെഗുലേറ്ററി കംപ്ലയൻസ്, റെഗുലേറ്റർ വന്ന് എന്തെങ്കിലും റൂൾ ഇറക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു ചേഞ്ചും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ബിസിനസ്സുമാണ് നമ്മൾ ഇന്ന് സ്പോട്ട് ലൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞോട്ടെ. പക്ഷേ അതിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോവാം എന്നുള്ളതാണ്. അപ്പോൾ ഓയിൽ പ്രൈസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേലി ഹമാസ് സീസ്ഫയർ ആയത് കാരണം ഓയിൽ എന്ന് പറയുന്നത് ഇൻ ചെക്കാണ്, അധികം കയറിയിട്ടില്ല. അതായത് നിയർ ടു $65 പെർ ബാരലാണ്. ഡോളർ ഇൻഡെക്സ് മൂവ്ഡ് അപ്പ് ബൈ 0.48% ടു 99.39 വരെ എത്തി എന്നുള്ളതാണ്. നമ്മൾ ഇനി 100 എന്ന് പറയുന്ന ആ സൈക്കോളജിക്കൽ മാർക്കിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കണം എന്നുള്ള. പിന്നെ ഇതിനകത്ത് ഒരു വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാൽ സോഴ്സസ് മാത്രമല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലും അത് വന്നു എന്നുള്ളതാണ്. അതായത് ഹി കോൾഡ് അപ്പ് ട്രംപിനെ വിളിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഗാസ പീസിൻ്റെ കാര്യത്തിന് കൺഗ്രാലേറ്റ് ചെയ്യാനായിട്ട് വിളിച്ച് ആ ട്വിറ്ററിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അതിനകത്ത് ഐ കോൾഡ് അപ്പ് മൈ ഫ്രണ്ട് ട്രംപ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതുമാത്രമല്ല, അവർ സംസാരിച്ച് അതിനകത്ത് ട്വിറ്ററിൽ അവർ മെൻഷൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഓൾസോ റിവ്യൂഡ് ദ ഗുഡ് പ്രോസസ് ബോത്ത് കൺട്രീസ് ആർ മേക്കിംഗ് ഇൻ അച്ചീവിങ് ദ ട്രേഡ് നെഗോസിയേഷൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലെ പ്രോഗ്രസ് ഉണ്ട് എന്ന് ഞങ്ങൾ 2 പേരും വിലയിരുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, വി എഗ്രി ടു സ്റ്റേ ഇൻ ക്ലോസ് ടച്ച് ഓവർ കമ്മിങ് വീക്സ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാര്യം, ഇപ്പം അത് പബ്ലിക്കലി ഡിക്ലെയർ ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് ഒരു ട്വിറ്ററിലോ അല്ലെങ്കിൽ എക്സിലോ പോസ്റ്റ് ചെയ്തത് കാരണം അതിൻ്റെ പുറകിൽ ഒരു കഴമ്പുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാധാരണ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓപ്റ്റിമിസത്തോടു കൂടി വേണമല്ലോ ട്രീറ്റ് ചെയ്യാൻ. നമ്മളും പറഞ്ഞു ഏതായാലും ഇന്ത്യയും US തമ്മിലുള്ള നമ്മുടെ ഒരു ബോൾഡ് പ്രഡിക്ഷനിൽ ഒന്നാണ്. അതായത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. US വിൽ നെവർ ഗെറ്റ് ഇൻ ടു എ റിസെഷൻ, ഈ കൊല്ലം തന്നെ റേറ്റ് കട്ട് ഉണ്ടാവും US എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വിത്തിൻ ഫ്യൂ മന്ത്സ് ഇന്ത്യയും US ട്രേഡ് ഡീല് നെഗോസിയേഷൻ നടത്തുമെന്നും പറഞ്ഞു. അത് നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മൾ വീണ്ടും പറയുന്നു, ഇൻ ഹോപ്പ് വി ലിവ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. അതുമാത്രമല്ല, അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് നമ്മുടെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റെ വാക്കുകളാണ്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്ത്യ റീബാലൻസ് ചെയ്യുകയാണ്. അതായത് എവിടെ നിന്നൊക്കെ ഓയിൽ മേടിക്കണം എന്നുള്ളത് റീബാലൻസ് ചെയ്യുകയാണ്. റഷ്യയിൽ നിന്നുള്ള ഓയിൽ മേടിക്കൽ കുറച്ചിട്ട് US നിന്നുള്ള കൂട്ടും എന്നുള്ള ഒരു സ്ട്രോങ് പോസിറ്റീവ് അഫർമേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ US ബെസൻ്റ് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ള. അപ്പം ഓൾ ദ ഇൻഗ്രീഡിയൻസ് ആർ ദെയർ ഫോർ എ പോസിറ്റീവ് ന്യൂസ് ഔട്ട്കം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇനി അറിയില്ല തിരിച്ചു വരുമോ എന്നുള്ളത്. പിന്നെ ജെറോം പവലിൻ്റെ സ്പീച്ച് ഇന്നലെ രാത്രി ഉണ്ടാവും നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ അത് കേൾക്കാൻ ഒന്ന് ഇരുന്നതാണ്, പക്ഷേ ഒന്ന് ഉറങ്ങിപ്പോയി എന്നുള്ള. പക്ഷേ രാവിലെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം മോണിറ്ററി പോളിസിയെക്കുറിച്ച് അധികം തൊട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. അതായത് ഇൻട്രസ്റ്റ് റേറ്റോ ഇനി അടുത്ത റേറ്റ് കട്ടോ മോണിറ്ററി പോളിസിയെക്കുറിച്ച് അധികം സംസാരിച്ചില്ല. മേ ബി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഡേറ്റ, അല്ലേ? ഒരു ഡേറ്റയുടെ കാര്യത്തിൽ ഒരു ബ്ലാക്ക് ഔട്ട് ആണല്ലോ US ഷട്ട് ഡൗൺ വന്നത് കാരണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം തൊടാതെ പോയി എന്നുള്ള. അപ്പോൾ ഇപ്പോഴും എക്കണോമിസ്റ്റുകൾ
അല്ലെങ്കിൽ ഈ FOMCയുടെ മൂവ്മെൻ്റ് ഒക്കെ വാച്ച് ചെയ്ത ആൾക്കാരൊക്കെ ദർ ഓൾ സ്ക്രാച്ചിങ് ദെയർ ഹെഡ്. അതായത് നമുക്ക് എന്താ സംഭവിക്കണമെന്ന് പോലും അറിയില്ല. അത് തന്നെയാണ് ബോണ്ട് മാർക്കറ്റിലും ട്രഷറി മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യണമെന്നുള്ള. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതായത് ഓൺ ട്യൂസ്ഡേ, അതായത് ചൊവ്വാഴ്ച, US ലോ മേക്കേഴ്സ് കോൾസ് ഫോർ എ ബ്രോഡ് ബാൻ. അവിടെ ഒരു പൊതുവേ ഒരു സെൻറ്റിമെൻറ്റ് ഇങ്ങനെ എക്കോ ചെയ്ത് വരുന്ന ഒരു ബ്രോഡ് ബാൻ വേണം. എന്തിന്? അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണ ചിപ്പ് മേക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, അമേരിക്ക എക്സ്പോർട്ട് ചെയ്യണ ചിപ്പ് മേക്കിംഗ് എക്യുപ്മെൻറ്റും ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് US ലോ മേക്കേഴ്സ് അവിടെ ഒരു സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു ടിറ്റ് ഫോർ ടാറ്റ് മെസ്സേജ് എന്ന രീതിയിലാണെന്ന് തോന്നുന്നു ചൈന ഇപ്പോൾ ഒരുപാട് കൺട്രോൾ റെയർ എർത്ത് എക്സ്പോർട്ടിനും റെയർ എർത്ത് മാഗ്നറ്റ്സിനും വീണ്ടും കൊണ്ടുവന്നു എന്നുള്ള. അതായത് സെമി കണ്ടക്ടർ ഫേംസും ഡിഫൻസ് ഫേംസും ആണല്ലോ ലോകത്തുള്ളവർ ചൈനയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യണത്. അതായത് റെയർ എർത്ത് എലമെൻസും റെയർ എർത്ത് മാഗ്നറ്റ്സും ഇമ്പോർട്ട് ചെയ്യുന്നത് ലോകത്തുള്ള ഈ സെമി കണ്ടക്ടർ കമ്പനികളും ഡിഫൻസ് ഫേംസുമാണ്. അപ്പോൾ ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചൈന ഓൾറെഡി 12 റെയർ എർത്ത് എലമെൻസിൻ്റെ എക്സ്പോർട്ടിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്തത് 17 ആക്കി എന്നുള്ളത്. അതായത് സെമി കണ്ടക്ടറിനും അങ്ങനത്തെയുള്ള പല ഇൻഡസ്ട്രിക്കും ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റ്സിൻ്റെ എക്സ്പോർട്ടിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അതായത് 17 റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, വൈറ്റലാണ് കുറേ പ്രോഡക്ട്സിന്. അതായത് നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ് ടു എയർക്രാഫ്റ്റ് എൻജിൻസ് ടു ഈ മിലിറ്ററി റഡാർസ്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ BLDC ഫാൻ, ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ റെയർ എർത്ത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റ്സ് ആവശ്യമുണ്ടെന്നുള്ള. ഇപ്പോൾ വീണ്ടും ടോട്ടൽ 12 പ്ലസ് അനദർ 5 ടോട്ടൽ 17 കാര്യങ്ങൾക്ക് ഇത് വന്നിരിക്കുന്നു, ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. ചൈനയാണ് ഈ 90% ഓഫ് വേൾഡിൽ പ്രോസസ്ഡ് റെയർ എർത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ചൈന അവിടെ. അതുകൊണ്ട് ചൈന എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗ്ലോബൽ ട്രേഡിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻസ് എന്ന് മുതലെന്നറിയോ? November 18 മുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. November 8 November 18 മുതലെങ്ങാണ്ട് 8 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് റെസ്ട്രിക്ഷൻസ് വരുന്നത് എന്നുള്ളതാണ്. അതായത് 90 ഡേയ്സ് ചൈനയും US തമ്മിലൊരു ടാരിഫിൻ്റെ ഒരു മൊറട്ടോറിയം പീരീഡ് ഉണ്ട്. അതിന് ജസ്റ്റ് മുമ്പ് തൊട്ടാണ് അത് റെസ്ട്രിക്ഷൻസ് വരുന്നതെന്നുള്ള. അതുമാത്രമല്ല ചൈന പുതിയ റൂൾസ് കൊണ്ടുവരികയാണ്. അതായത് റൂൾസും റെഗുലേഷൻസും കംപ്ലയിൻസും കൊണ്ടുവരികയാണ്. അതായത് ഫോറിൻ കമ്പനീസ് ദാറ്റ് മേക്ക് പ്രോഡക്ട്സ് യൂസിങ് ദീസ് റെയർ എർത്ത് മാഗ്നറ്റ്സ്, അതിനൊരു റൂൾസും റെസ്ട്രിക്ഷനും കൂടെ ചൈന കൊണ്ടുവരാൻ പോണു, വിച്ച് വിൽ ബി എഫക്റ്റീവ് ഫ്രം December 1 ഓൺവേർഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ കലണ്ടർ 2025 ഈ ബേൺസ്റ്റൈൻ്റെ ഒരു റിപ്പോർട്ടാണ്. ബേൺസ്റ്റൈൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കലണ്ടർ ഇയർ, അതായത് January 1 മുതൽ തുടങ്ങി ഇന്നേ വരയ്ക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ നമ്മുടെ ഈ IPO ഇല്ലേ, അല്ലെങ്കിൽ പബ്ലിക് ഓഫറിംഗ് ഇല്ലേ, പുതിയ പബ്ലിക് ഓഫറിംഗ്, ആ IPO മാർക്കറ്റിൽ 4th ലാർജസ്റ്റ് കൺട്രി ആണെന്നുള്ളതാണ്. അതായത് ലാർജസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ US ആണ്. ടോപ്സ് വിത്ത് $52.9 ബില്യൺ, അതായത് $52.9 ബില്യൺ US കമ്പനി റേസ് ചെയ്തു IPO വഴി എന്നുള്ളതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹോങ്കോങ് ആണ്. നോക്കൂ, ഹോങ്കോങ് മാർക്കറ്റിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. നമ്മൾ ചൈനയും അമേരിക്കയൊക്കെ പറയുന്നതിനിടയിൽ ഹോങ്കോങ് വിട്ടു. ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് ചൈനയുടെ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു ആനക്സ് ആണെന്നുള്ള. ഹോങ്കോങ് മാർക്കറ്റാണ് സെക്കൻഡ്. $23.4 ബില്യൺ ആണ് IPO അവരെ ആ രാജ്യത്ത് റേസ് ചെയ്ത്. ചൈനയിലാണെങ്കിൽ $16.2 ബില്യൺ. ഇന്ത്യ 4th ലാർജസ്റ്റ് കൺട്രി വിത്ത് $14.2 ബില്യൺ. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യ 4th ലാർജസ്റ്റ് ബൈ IPO ഇൻ കലണ്ടർ ഇയർ 2025 ടിൽ ഡേറ്റ് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ആ ഫിഗറിൽ 3 ലാർജ് IPOs ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്ന് വീവർക്ക്, ഒന്ന് ടാറ്റ ക്യാപിറ്റൽ, മൂന്നാമത് LG ഇന്ത്യ. ഇത് 3ഉം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ 3 പേരും കൂടെ ചേർന്ന് ഏതാണ്ട് 30,000 കോടിയും കൂടെ റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് IPOs എന്ന് പറഞ്ഞു വയ്ക്കാം എന്നുള്ളതാണ്. FPIs നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ IT-യും ഫാർമയിലും നല്ലോണം അവരെ സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്തതായിട്ടാണ് നമ്മൾ ഈ ഓഗസ്റ്റിൻ്റെ ഫിഗേഴ്സ് നോക്കുമ്പോൾ കാണുന്നതെന്നുള്ള. എന്നാൽ നമ്മളെ സംബന്ധിച്ച് മൈഫിൻ റിസർച്ച് ഡെസ്ക് ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. നമ്മൾ ഈ രണ്ടെണ്ണത്തിലും ഇതിൻ്റെ ഒരു കറക്ഷനിൽ നമ്മൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പൊസിഷനാണ് എടുത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു
ടിയെ സംബന്ധിച്ച് ഇത്രയും ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതിനിപ്പോൾ ടെമ്പററി ആയിട്ട് ഒരുപാട് നെഗറ്റീവ് പ്രഷർ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബാഡ് ഡേയ്സ് ആണ് ഒരു നല്ല ഇൻവെസ്റ്ററിൻ്റെ ഫ്രണ്ട് എന്ന് നമ്മൾ പറയുന്നു. മിക്ക ടോപ്പ് IT കമ്പനിക്കും കടമില്ല. ഞാൻ TCSലേക്ക് വരാം. അതിൻ്റെ റിസൾട്ട് കണ്ട ശരിക്കും പറഞ്ഞാൽ മ്യൂട്ടഡ് ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ചെറിയ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു വെക്കുക എന്നുള്ളത്. അപ്പം ഈ IT ഫാർമയിലും നമ്മളൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണ്. അപ്പോൾ IT ഏതെങ്കിലും ഒരു സമയത്ത് ഈ പറയുന്ന പോലെ വളരെ വലിയൊരു വാല്യുബിൾ അസറ്റാണ്. കാര്യം ക്യാഷ് ഫ്ലോ റിച്ച് ആണ്. പൈസ ഒഴുകി ടാപ്പ് തുറന്ന വെള്ളം വരുമ്പോഴാണ് അതിനകത്ത് ക്യാഷ് വരുന്ന ഒരു ബിസിനസ് സെറ്റപ്പ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. മിക്ക IT കമ്പനിക്കും ഈ പറയുന്ന പോലെ ഡെപ്റ്റും ഇല്ല. റിസീവ് ചെയ്യണതാണെങ്കിൽ ഫോറിൻ കറൻസിയിലാണ്, US ഡോളേഴ്സിൽ റിസീവ് ചെയ്യണം. US ഡോളേഴ്സ് ആണെങ്കിൽ കയറിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ള കാര്യം. ഏതായാലും അവിടെ മാറിയിക്കട്ടെ. ഫാർമയുടെ കാര്യവും നമ്മൾ പറഞ്ഞു. ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ നമ്മൾ രാവിലെ വെളുപ്പിന് മുതൽ തന്നെ ഈ US ഫാർമയ്ക്ക് ടാരിഫ് വന്നപ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഒരു കമ്പനീസിനും ഇത് പ്രശ്നം വരില്ല. കാര്യം എല്ലാവരും ജനറിക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ടാരിഫ് വന്നിരിക്കുന്നത് ബ്രാൻഡഡ് പേറ്റൻറ്റഡ് ഡ്രഗ്സ് ആണ്. ഇന്ത്യയിൽ വലിയ പ്ലെയേഴ്സ് ഇല്ല. ഇന്ത്യയിലെ മേജർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും അതിലില്ല. സൺ ഫാർമയുടെ ഒരു ഡിവിഷൻ മാത്രം അതിൽ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫാർമയിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിരുന്നു. ഇന്നലെ ഫാർമ ഇൻഡെക്സ് ചെറുതായിട്ടൊന്ന് പ്ലസ് ആയി. അന്നത്തെ ഒരു നീ ജർക്ക് റിയാക്ഷൻ്റെ ഡൗൺഫോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു ലിസ്റ്റും കൂടെ ഞാൻ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചതായിട്ടുണ്ട്. അതായത് ഈ സെൻട്രൽ ബാങ്ക് എത്രത്തോളം ഗോൾഡ് ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഓഗസ്റ്റ് മാസം, അതായത് സെൻട്രൽ ബാങ്കിൻ്റെ ബൈയിങ് ആയിരുന്നല്ലോ ഗോൾഡിനെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോയി എന്നുള്ള ഒരു റീസൺ. അതായത് വേറെ പല റീസൺ ഉണ്ടെങ്കിലും സെൻട്രൽ ബാങ്ക് ബൈയിങ് ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് വേണം എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചത് കാരണം ഞാനൊന്ന് കമ്പയർ ചെയ്ത് ഞാനൊന്ന് വെച്ചു. ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവിലേക്ക് ആഡ് ചെയ്തത് അല്ലെങ്കിൽ ബൈ ചെയ്ത സെൻട്രൽ ബാങ്ക്സ് ഒരു 5-6 ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന, അവരാണ് ഏറ്റവും കൂടുതൽ മേടിച്ചത്. രണ്ടാമത് സെൻട്രൽ ബാങ്ക് ഓഫ് ടർക്കി. മൂന്നാമത് സെൻട്രൽ ബാങ്ക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. നാലാമത് നാഷണൽ ബാങ്ക് ഓഫ് കസക്കിസ്ഥാൻ. 5 ചെക്ക് നാഷണൽ ബാങ്ക്. 6 ബൾഗേറിയൻ നാഷണൽ ബാങ്ക്. 7 ബാങ്ക് ഓഫ് ഘാന. ഇത്രയും പേരാണ് നമ്മൾ നോക്കേണ്ടത് ടോപ്പ് 7 ഗോൾഡ് റിസർവ്സ് ആഡ് ചെയ്ത അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നില്ല. ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വളരെ മ്യൂട്ടഡാണ്. മാർക്കറ്റ് അത് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ 65,799 കോടി. ഒന്നുകൂടെ വായിക്കണം. അത് മ്യൂട്ടഡ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പ്ലസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, 67,000 crores. ആ 67,000 crores ഇന്ത്യയുടെ ഒരു മിഡ് ക്യാപ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിന്റെ സൈസാണ്. അതിന്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 12,120 crores. 12,000 കോടി രൂപയാണ് TCSന്റെ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത്. 12,000 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കമ്പനിയൊക്കെ TCSന്റെ നെറ്റ് പ്രോഫിറ്റിനെക്കാളും ചെറുതാണെന്നുള്ളത്. അപ്പം എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് മോശമാണോ, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ മോശമാണോ, മന്ത് ഓൺ മന്ത് മോശമാണോ, കോൺസ്റ്റന്റ് കറൻസിയിൽ പ്ലസ് ആണോ മൈനസ് ആണോ, ഡോളർ ടേംസിൽ മൈനസ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത് മാറ്റിവെക്കാം. ഇത്രയും ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര അൺഇമാജിനബിൾ. ശരിക്കും എന്നെ സംബന്ധിച്ച് സർപ്രൈസ്ഡ് ആണ്. TCS സ്റ്റോക്ക് മേടിക്കുക എന്നുള്ള 12,000 കോടി നെറ്റ് പ്രോഫിറ്റ് ഒരു ക്വാർട്ടറാണ്. ഒരു ക്വാർട്ടർ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഇതെന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്രാവശ്യത്തെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ TCS സാധാരണ നെക്സ്റ്റ് ഡേ ഒരു പ്രസ് മീറ്റിംഗ് വെക്കും. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഏറ്റെടുക്കും. അത് പറയും. ഇതൊക്കെ ആ TCSൻ്റെയും ടാറ്റ മാനേജ്മെന്റിന്റെയും ട്രാൻസ്പെറൻസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു Q2 റിസൾട്ട്സിന് പ്രസ് മീറ്റിംഗ് ഇല്ല എന്നാണ് മനസ്സിലായത്. അവരൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം രത്തൻ ടാറ്റയുടെ ആ ഒരു മരണത്തിന്റെ അതെനിക്ക് അറിവില്ലാത്തൊരു കാര്യമായിരുന്നു. ഒരു വർഷമായതുകൊണ്ട് അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. കാര്യം അതും കൂടെ കുറച്ചൊരു ട്രാൻസ്പെറൻസിയെ ക്വസ്റ്റ്യൻ ചെയ്ത് പല അനലിസ്റ്റുകളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം നോക്കണേ, നമ്മൾ ഫൈൻ പ്രിന്റ് നോക്കണേ, TCS ഒരു സ്മാർട്ട് ഷിഫ്റ്റ് നടത്തുന്നുണ്ട്. ചെറിയ രീതിയിലാണ്. അതായത് ഒരു ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റി 1 GW ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റി അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നു. അതായത് AI ഡേറ്റാ സെൻറ്റർ പ്ലാൻ അവരൊന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, AI എന്ന് പറയുന്ന വാക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് കയറുന്നു. അതായത് എലിഫന്റ് വാണ്ട്സ് ടു ഡാൻസ്, എലിഫന്റിന് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു ഇൻറ്റൻഷനാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള. അപ്പോൾ ഏതാണ്ട് ഈ കമ്പനിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 കൊല്ലം കൊണ്ട് 3 ലക്ഷം കോടി 3 lakh crore തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത കമ്പനിയാണ്. ത്രൂ ബൈബാക്സ് ആൻഡ് ഡിവിഡൻസ് 3 ലക്ഷം കോടി തിരിച്ചു കൊടുത്ത ഒരു കമ്പനിയാണ് TCS. അതിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡിവിഡൻഡ് വഴി, ബൈബാക്ക് വഴി, ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻ എടുത്ത കമ്പനിയാണ്. ലാസ്റ്റ് 10 years
3 lakh crore എന്നുള്ളത്. പിന്നെ നമ്മളൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ 1 GW ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞില്ലേ, ഞാനൊന്ന് നോക്കരുത്. അതായത് NVIDIA OpenAI ആയിട്ടൊരു പാർട്ട്ണർഷിപ്പ് വരുന്നു അല്ലേ. അതിൽ NVIDIA വിൽ ഇൻവെസ്റ്റ് $100 billion കേട്ടോ, 100 billion ഇൻ OpenAI ടു എന്താ പറയുക ഒരു ഡേറ്റാ സെൻറ്റർ OpenAI 10 GW ഡേറ്റാ സെൻറ്റർ OpenAIക്ക് വേണ്ടിയിട്ട് നമ്മൾ NVIDIA ഇൻവെസ്റ്റ് ചെയ്ത് $100 billion. അപ്പോൾ ഈ TCS ഉണ്ടാക്കാൻ പോകുന്ന 1 GW ഫാക്ടറിക്ക് എത്ര വരും എന്നാണ് നമ്മുടെ ഒരു കോസ്റ്റ് വരുന്നത്? $10 billion വേണം. $10 billion ആണ് ഇവരുണ്ടാക്കാൻ പോകുന്ന 1 GW ഫാക്ടറിക്ക്. അതായത് FY25 TCSന്റെ പ്രോഫിറ്റിൻ്റെ 2 ഇരട്ടിയാണ് ആ ഒരു ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാം. TCS എന്ന് പറഞ്ഞാൽ 22 PE ട്രേഡ് ചെയ്യണമെന്നുള്ളത് വളരെ വലിയൊരു ക്യാഷ് മെഷീൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഏത് സമയത്താണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആവണമെന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം. ഇവിടെ നിൽക്കോ, കൺസോൾട്ടേറ്റ് ചെയ്യോ, കറക്റ്റ് ചെയ്യോ എന്നറിയില്ല എനിക്ക്. ബട്ട് ഈവൻ ദെൻ ഇത്രയും ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യണ കമ്പനിയെ ഒരു ഇൻവെസ്റ്റർ, ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ, അത് ഏത് ഇൻഡസ്ട്രിയോ ആയിക്കോട്ടെ, ചലഞ്ച് ഇല്ലാത്ത ഇൻഡസ്ട്രി ഇല്ലല്ലോ. IT വരാനുള്ള നെഗറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞു എന്നുള്ള, എന്നിട്ടും ഇവിടുന്ന് ഇവർക്ക് തിരിച്ച് ക്ലൈം ബാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ദിസ് വിൽ ബി എ ഗ്രേറ്റ് എക്സലൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ബട്ട് ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് നിങ്ങൾ കരുതരുത്. ജസ്റ്റ് ഒരു ഒപ്പീനിയൻ, ഒരു അക്കാഡമിക് സൈക്കിൾ മാത്രം പറഞ്ഞു വെച്ചെന്നുള്ളൂ. ഓവർ ടു യു ജാസ്മിൻ. സുരേഷ് സാർ, നമുക്ക് ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ ആ ഒരു ബിസിനസ് സെഗ്മെന്റിലേക്ക് കിടക്കാം. പക്ഷേ അതിന് മുൻപ് നമ്മുടെ ഈ കമന്റ് സെക്ഷനിൽ മിസ്റ്റർ ഷിയാസ് ചോദിച്ചിട്ടുണ്ട്, സുരേഷ് സാറിന് എങ്ങനെയാണ് ഇത്രയും റിസർച്ച് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഈ ഡേറ്റകളൊക്കെ തന്നെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കൊടുത്തിട്ട് നമുക്ക് സ്പോട്ട്ലൈറ്റിലേക്ക് കിടക്കാം. ജാസ്മിൻ ഷിയാസിനോട് വളരെ നന്ദി. കാര്യം ആ ഒരു സപ്പോർട്ടാണ്. കാര്യം ഇപ്പം നിങ്ങളുടെയൊക്കെ വാക്കുകളാണ് നമ്മൾ എന്നും ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ പറയുമായിരുന്നു, ഞാൻ ആക്ച്വലി ഇന്നലെ ഉച്ച മുതൽ എനിക്ക് ഹെൽത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോയി. ഇന്നലെ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എഴുതാൻ വേണ്ടി ഒരു വെളുപ്പിന് 3:30-4 മണിക്ക് ഞാൻ എണീറ്റ് വായിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ന്യൂസും ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ഇൻഫർമേഷൻ നമ്മളെ സംബന്ധിച്ച് ഇന്ന് എല്ലായിടത്തും ഉണ്ടല്ലേ. എല്ലായിടത്തും ഇൻഫർമേഷൻ ഉണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാറ്റത്ത് പറന്ന് നടക്കുന്നുണ്ട്. നമ്മൾ ആപ്പാടെ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു എഡിറ്റോറിയൽ പോളിസി തന്നെ, ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് 100 ന്യൂസുകൾ വരുന്നെങ്കിൽ അതിൽ 95 നമുക്ക് ആവശ്യമില്ലാത്ത, ആ 95 മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല 5 ന്യൂസിനെ കുറിച്ച് നമുക്ക് വളരെ ക്ലാസ് ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു ക്വാളിറ്റി, ഇത് എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലല്ല ഞാൻ അവകാശപ്പെടുന്നത്, ബട്ട് നമ്മളെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ന്യൂസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക, ആവശ്യമില്ലാത്ത ആൾക്കാരെ മാറ്റുക, ഈ ട്രോൾ ചെയ്യുന്നവരെ മാറ്റുക, കളിയാക്കുന്നവരെ മാറ്റുക, സർക്കാസ്റ്റിക് ആയിട്ടുള്ളവരെ മാറ്റുക, സർക്കാസ്റ്റിക് ആയിട്ടുള്ള ന്യൂസുകളെ മാറ്റുക, നമുക്ക് ഗുണമില്ലാത്ത പൊളിറ്റിക്കൽ ന്യൂസുകൾ അവോയ്ഡ് ചെയ്യുക. ഇത് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ വെറും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരും. അതിന് ഒരു അന്തസ്സുണ്ട്, പ്യൂരിറ്റി ഉണ്ട്, അതിൻ്റെ പുറകിൽ ഒരുപാട് നോളജ് ഉണ്ട്. അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എനിക്കെന്നല്ല ആർക്കാണെങ്കിലും, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ പുറകിൽ പഠിച്ചു പോകാൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യം. അപ്പോൾ ന്യൂസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെക്കാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതും നമ്മൾ ന്യൂസിലും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ന്യൂസ് നമ്മുടെ മുന്നിലേക്ക് കിട്ടും. അത് റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ് ഇപ്പോൾ ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊക്കെ സഹായകരമായിട്ട് വരും എന്നുള്ളത് ഞാനൊന്ന് ആമുഖമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു എന്നല്ല. നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ നന്ദൻ നിലേക്കാനി എന്ന് പറയുന്ന ഇൻഫോസിസിന്റെ നന്ദൻ നിലേക്കാനി എനിക്കെന്ന് മാത്രമല്ല നമ്മുടെ ലോകമെമ്പാടും വലിയൊരു അക്സെപ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അദ്ദേഹത്തിന് ഇപ്പൊ ഈ പറയുന്ന പോലെ 2009 മുതൽ 2014 വരെ അന്നത്തെ UPA ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹം UIDAIയുടെ ഫൗണ്ടിങ് ചെയർമാനായിരുന്നു. UIDAI എന്ന് പറയുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ആധാർ കണ്ടുപിടിച്ച ആ ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ഹെഡ് ചെയ്തിരുന്നത് ഒരു ഫൗണ്ടിങ് ചെയർമാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള നന്ദൻ നിലേക്കാനിയാണ് കേട്ടോ. 2014 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 60ഓളം, ഒരു എസ്റ്റിമേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ഫിഗർ ആയിരിക്കണമെന്നില്ല, 60 കോടിയോളം ആധാർ നിലവിൽ വന്നു എന്നാണ്. അത് ഇഷ്യൂ ചെയ്തു, ആധാർ കാർഡ്സ് ഇഷ്യൂ ചെയ്തു. പലർക്കും ആധാർ ഇങ്ങനെ പിടിച്ച് കയറാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതൊരു സ്ലോ പ്രോസസ് ആയിരുന്നു എന്നുള്ളതാണ്. ആ ഗവൺമെന്റ് കീഴിൽ വേണ്ട ഒരു സ്പീഡിൽ അത് പോയില്ല. ബട്ട് അതൊരു നോവൽ ഐഡിയ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ 2014 ജനറൽ ഇലക്ഷൻ വരുന്നു, ഇന്ത്യയിൽ മാസീവായിട്ടൊരു ചേഞ്ച് വരുന്നു, പുതിയ ഗവൺമെൻറ് വരുന്നു, പഴയ ഗവൺമെൻറ് പുറത്തേക്ക് പോകുന്നു. പുതിയ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ടു അന്നത്തെ റെജീമിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസീസ് ആയിട്ട് വരുന്ന ഒരു ഗവൺമെൻറ്
അന്ന് ശ്രീ നരേന്ദ്രമോദിജി അന്ന് ചാർജ് എടുത്ത് പ്രൈം മിനിസ്റ്റർ ആവുന്നു എന്നുള്ള. അപ്പോൾ അന്ന് മാധ്യമങ്ങളൊക്കെ സ്പെക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു UPAയുടെ ടൈമിലെ പ്രോജക്റ്റ് ആണല്ലോ ആധാർ. വളരെ നോവൽ ഐഡിയ, വളരെ തോട്ട് പ്രോസസ് ആയിട്ട്, ബട്ട് ഇംപ്ലിമെന്റേഷൻ വളരെ നന്നായിട്ട് പോയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്. ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. വളരെ നല്ല കാര്യമാണ് UPA ഗവൺമെന്റ് കൊണ്ടുവന്നതെന്നുള്ള. അപ്പോൾ അന്നൊരു സംസാരം ആധാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റായി മാറി. അപ്പോൾ ഈ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ്, അതായത് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ ബാക്ക് ബേണറിൽ വെക്കും എന്നായിരുന്നു ന്യൂസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, ഇനി എന്തായിരിക്കും പുതിയ ഗവൺമെന്റ് പോളിസി എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജൂലൈ 2014 സോഴ്സസ് പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ നന്ദൻ നിലേക്കാനി നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ആയിട്ടൊരു അപ്പോയിൻമെന്റ് സീക്ക് ചെയ്തു എന്നാണ്. എന്നിട്ട് അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു എന്നുള്ളതാണ് സോഴ്സസ് പറയുന്നത്. ആ മീറ്റിങ്ങിൽ നന്ദൻ നിലേക്കാനി പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അടുത്ത് ആധാർ എന്താണെന്നും ഇതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് എന്താണെന്നും വളരെ എക്സോസ്റ്റീവായിട്ട് പറയുകയും ചെയ്തു. പ്രൈം മിനിസ്റ്റർ അത് വളരെ സിമ്പത്തറ്റിക് ആയിട്ട് അതിരുന്ന് കേട്ടുകയും ചെയ്തു എന്നാണ് നമ്മുടെ ഇവിടുത്തെ സർക്കിൾസിൽ, മീഡിയ സർക്കിൾസിലൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം നന്ദൻ നിലേക്കാനി അന്ന് പ്രൈം മിനിസ്റ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്രേ, ആധാർ പൊളിറ്റിക്കൽ അല്ല, ഇറ്റ് ഈസ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു റോഡും റെയിൽവേ ഒക്കെ എങ്ങനെയാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണേ, അതേപോലെ ഈ ആധാർ എന്ന് പറയുന്നത് എവറി ഗവൺമെന്റിനും ബിസിനസ്സിനെയും സിറ്റിസൺസിനെയും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ആൾക്കാർക്ക് പല കാര്യങ്ങളും അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാം എന്നുള്ളവരാണ്. അതായത് ഹൈവേ എങ്ങനെയാണോ പല വില്ലേജുകളെയും കണക്ട് ചെയ്യുന്നത്, അതേപോലെ ഈ ആധാർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റെയിലാണ്. ആ ഡിജിറ്റൽ റെയിൽ എവറി കോർണർ സിറ്റിസൺസിന്റെ ബാങ്കിനെയും സിറ്റിസൺസിന്റെ വാലറ്റിനെയും ഒക്കെ കണക്ട് ചെയ്ത് വലിയൊരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറായി മാറും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പറഞ്ഞതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പെർസ്വേസീവ് എക്സാമ്പിൾസ് വരെ നന്ദൻ നിലേക്കാനി അവിടെ നികത്തി എന്നാണ് പറയുന്നത്. നമുക്കിതിൻ്റെ എംപിരിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല, നമ്മൾ കേട്ട് കേൾവിയും വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആധാർ എന്ന് പറയുന്ന ഡിജിറ്റൽ ID ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സിഡി സ്കീമിൻ്റെ പുറകിൽ, അതായത് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ ആധാർ ഉപയോഗിച്ചിട്ടാണ്, ഒരു ഫിംഗർ പ്രിൻറ്റ് വാലിഡേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എൻട്രീസിനെയൊക്കെ നമുക്ക് എടുത്ത് കളയാമെന്നും വളരെ എഫിഷ്യൻ്റ് ആയിട്ട്. കാര്യം വെച്ചാൽ UPA ഗവൺമെൻറ്റിൽ തന്നെ നമ്മുടെ ഫോർമർ മരിച്ചുപോയ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള രാജീവ് ഗാന്ധി പറഞ്ഞത്, ₹1 ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ചെലവാക്കുകയാണെങ്കിൽ അതിന്റെ 10 പൈസ പോലും ജനങ്ങളിലേക്ക് എത്തണില്ല എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഏത് ഗവൺമെന്റും ഏത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിലും ആവശ്യത്തിന് കാശ് സോഷ്യൽ സ്കീംസിനും പാവപ്പെട്ടവർക്കും വേണ്ടി ചെലവാക്കുന്നുണ്ട്. ബട്ട് അത് വേണ്ട ആളുടെ കയ്യിൽ വേണ്ട രീതിയിൽ വേണ്ട പോലെ എത്തുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തുനിന്ന് ഒരുപാട് ലീക്കേജ് വരുന്നു. ഈ ആധാർ അത് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കും എന്നുള്ള എക്സാമ്പിൾസ് വരെ ശ്രീ നന്ദൻ നിലേക്കാനി നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ അറിയിച്ചു എന്നുള്ളതാണ് ഇത് പറയുന്നത്. അത് മാത്രമല്ല ഒരുപാട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇനേബിൾ ചെയ്യും, KYC വരും, സിഗ്നേച്ചർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വരും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. നമുക്കിപ്പോൾ അറിയാലോ ഈ ബാങ്ക് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ഈവൻ ലോൺ വരെ ഡിജിറ്റലായിട്ട് നമുക്കിപ്പോൾ കിട്ടും. ഇതൊന്നും നമ്മൾ ബാങ്കിലോട്ടും പോകേണ്ട, ആരെയും കാണുകയും വേണ്ട, ഇരുന്നുകൊണ്ട് തന്നെ ആധാർ ഓതന്റിഫിക്കേഷൻ നമുക്ക് ഇതൊക്കെ ചെയ്യാന്നുള്ളത്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ സീറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ എന്ന് പറയുന്ന ആപ്പൊന്നും നമ്മൾ ഏത് ഓഫീസാണെന്ന് പോലും കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്നു, ഓതന്റിക്കേറ്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഡോക്യുമെന്റ് വരുന്നു, സിഗ്നേച്ചർ ചെയ്യുന്നു, എല്ലാം ശുഭം. അങ്ങനത്തെ രീതിയിലേക്ക് മാറുന്നുള്ളത് അദ്ദേഹം കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. അതായത് PM-നെ കൺവിൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഹി ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ വിത്ത് ഫിനാൻസ് മിനിസ്ട്രി. അന്നത്തെ അന്ന് മരിച്ചുപോയ നമ്മുടെ ബഹുമാനീയനായ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ. പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ പലരെയും കൺവിൻസ് ചെയ്തു. നമ്മുടെ RBI ഗവർണറായിരുന്ന അന്ന് അഗെയിൻ റെസ്പെക്ട് ആയിട്ടുള്ള രഘുറാം രാജൻ, ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ഒരുപാട് പാടുപെട്ടു. അങ്ങനെ ശ്രീ നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഹാസ് ഡിസൈഡഡ് ടു ഗോ അഹെഡ് വിത്ത് ദ UIDAI പ്രോജക്റ്റ് അല്ലെങ്കിൽ ആധാർ എന്ന് പറയുന്ന ഡിജിറ്റൽ അസറ്റ്. 2016 UPI 1 എന്ന് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് 1 എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നൗ നമുക്കറിയാലോ ഈ ആധാർ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ GPay, RuPay, PhonePe, Paytm എല്ലാ സാധനങ്ങളും ഡിജിറ്റലായി. നമ്മളിപ്പോൾ ക്യാഷ് തന്നെ ക്യാരി ചെയ്യണില്ല എന്നുള്ള ലെവലിലേക്ക് വന്നു എന്നുള്ള. ഈ UPI പറയുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 2025 മാത്രം 185.8 ബില്യൺ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്തു എന്നാണ്. അതായത് അത് വാല്യൂ ടേംസിലായിരുന്നെങ്കിൽ 261 lakh crore, 261 ലക്ഷം കോടി, 261 ട്രില്യൺ ബൈ വാല്യൂ UPI ഹാൻഡിൽ ചെയ്ത് ഒരു ഗെയിം ചേഞ്ചിങ് ആയി എന്നുള്ളതാണ് അതിനകത്ത് വന്നത്. അപ്പോൾ UPI എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡിജിറ്റൽ എക്സ്പോർട്ട് സ്റ്റോറിയായി മാറി. കാര്യം വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ കമ്പനീസിന് വലിയൊരു ബ്രാൻഡോ ഗ്ലോബൽ ബിസിനസ്സുകളോ ഉണ്ടാക്കാൻ പറ്റില്ല.
പക്ഷേ UPI അങ്ങനെയല്ല. ഈ UPI എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയുടെ ബ്രാൻഡ് നെയിം വളരെ വലുതായിട്ട് ഉയർത്തി എന്നുള്ളതാണ്. പല കൺട്രീസും അവരുടെ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഈ UPI ഇൻകോപ്പറേറ്റ് ചെയ്തു. സിംഗപ്പൂർ, ഫ്രാൻസ്, UAE, നേപ്പാൾ, മൊറീഷ്യസ്. ഇപ്പം നമ്മൾ പല രാജ്യങ്ങളായിട്ട് MOU സൈൻ ചെയ്തു. അവരുടെ പേയ്മെന്റ് നെറ്റ്വർക്കിലേക്ക് നമ്മുടെ UPI അവിടെയുള്ള NRIസിന് നമ്മുടെ ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള രീതിയിലേക്കും പറ്റും. ഞാൻ നോക്കുന്നത് MOU നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, കെനിയ, തൻസാനിയ, നമീബിയ, UK, സ്വിറ്റ്സർലൻഡ്, ഒമാൻ, സൗദി, ഖത്തർ, ബഹ്റിൻ ഇവരൊക്കെ ആയിട്ട് ഡിസ്കഷനിലാണ്, അല്ലെങ്കിൽ MOU സൈൻ ചെയ്തതാണ്. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് സ്റ്റോറിയായി മാറി ഇന്ത്യയുടെ ബ്രാൻഡ് നെയിം വളരെ രീതിയിൽ ഉയർത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള നന്ദൻ നിലേക്കാനി, UPIയുടെ ഫാദർ ആയിട്ടുള്ള, ആധാറിന്റെ ഫാദർ ആയിട്ടുള്ള, ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് ഫാദർ ആയിട്ടുള്ള നന്ദൻ നിലേക്കാനി ഒരു വർത്താനം എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല ജാസ്മിൻ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്നറിയോ, അദ്ദേഹം അടുത്ത കാലത്ത് ഒരു സ്പീച്ച് ഞാൻ കേൾക്കാനുണ്ടായി. അദ്ദേഹം പറഞ്ഞത് വാട്ട് UPI ഡിഡ് ഫോർ മണി, ക്യാഷിന് മണിക്ക് വേണ്ടിയിട്ട് UPI എന്താണ് ചെയ്തത്, ഡിജിറ്റൽ എക്സ്ചേഞ്ചസ് ആൻഡ് സ്മാർട്ട് ഗ്രിഡ്സ് ക്യാൻ ഡു ഫോർ എനർജി. എനർജി, പവർ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനവും ഡിജിറ്റൽ ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. അതായത് പറയുന്നത് ഇലക്ട്രിസിറ്റി വിൽ ബി നൗ ബോട്ട് ആൻഡ് സോൾഡ് ആൻഡ് ട്രേഡഡ് ഇൻ എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നവരും കസ്റ്റമേഴ്സും ഇനി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ എനർജി ട്രേഡ് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഒരു എക്സലന്റ് ഐഡിയ അല്ലേ? ഈ എക്സലന്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പം നമുക്കറിയാലോ, പണ്ടെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ, അതായത് കുറേ എന്താ പറയുക വലിയ ബിഗ് പ്ലാന്റ്സിൽ നിന്നാണ് വരുന്നത് എന്നുള്ള. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, ഒരുപാട് കൺസ്യൂമേഴ്സും ഉണ്ട്. ഇപ്പം നമുക്കറിയാം റൂഫ് ടോപ്പ് സോളാറിൽ നിന്ന് തന്നെ, വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ള. EV ചാർജിങ് സ്റ്റേഷന് ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, പല ഇൻഡസ്ട്രീസും ഫാക്ടറീസും സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പലരും ഉണ്ടാക്കുന്നു. അപ്പോൾ പല സോഴ്സിൽ നിന്നായി സെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റായി ഒരുപാട് കൺസ്യൂമേഴ്സ്, ഒരുപാട് ജനറേറ്റേഴ്സും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഈ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രൊഡ്യൂസേഴ്സിനും ബയേഴ്സിനും ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലോ, ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജനറേറ്റ് ചെയ്യുന്നു, ഞാൻ ആവശ്യത്തിനേക്കാളും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ എക്സസസ് ഉണ്ട്, അതെവിടെ സ്റ്റോർ ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല. എങ്ങനെ എനിക്ക് എൻ്റെ എക്സസ് ആയിട്ടുള്ള സാധനം എനിക്ക് വേറൊരാൾക്ക് വിൽക്കാം? അല്ലെങ്കിൽ ഞാനൊരു കൺസ്യൂമറാണ്, എനിക്ക് കറക്റ്റ് സമയത്തിന് ഇത് ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വേറെ മേടിക്കാം? എനിക്ക് സ്വന്തമായിട്ട് പ്ലാന്റ് ഇല്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് എനിക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഉണ്ട്, എങ്ങനെ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഒരു എനർജി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വരണം എന്നാലുണ്ട്. അതാണ് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. അതിനെ പറയുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ IEX. IEXൽ സെല്ലേഴ്സും ബയേഴ്സും വരുന്നു. സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ പവർ ജനറേഷൻ കമ്പനീസ് ആണ്. NTPC, അഡാനി പവർ, പിന്നെ വിൻഡ്, സോളാർ പ്ലാന്റ്സിൽ നിന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബിഗ് ഫാക്ടറീസിന് നന്നായിട്ട് പവർ വേണം, ഡേറ്റാ സെന്റേഴ്സ് വേണം, ഡേറ്റാ സെന്റേഴ്സിന് പവർ വേണം, ഇലക്ട്രിസിറ്റി റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് ഇലക്ട്രിസിറ്റി വേണം. ഇത്രയും കൺസ്യൂമേഴ്സ്, ഞാൻ പറയുന്നത് ചെറിയൊരു ലിസ്റ്റ് മാത്രം, ഒരുപാട് പേരുണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല, പിന്നെ ബിഗ് ഡേറ്റാ സെന്റേഴ്സ് മാത്രമല്ല, ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൈഡിൽ, ഇപ്പുറത്ത് കൺസ്യൂമേഴ്സ്, ഇവർക്ക് രണ്ടുപേർക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് IEX എന്ന് പറഞ്ഞത്. ഇപ്പോൾ IEX സ്വന്തമായിട്ട് ഒരു പവറും ജനറേറ്റ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ ഇവർ രണ്ടുപേരും ട്രേഡ് ചെയ്യേണ്ട, ബയറും കൺസ്യൂമറും ട്രേഡ് ചെയ്യേണ്ട ഇടയിൽ ഒരു ട്രാൻസാക്ഷൻ ഫീ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പം തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു എക്സാമ്പിൾ. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, പെട്ടെന്ന് കുറേ എനർജി റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. നാളെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കണമെന്ന് വിചാരിക്കുക, അതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു എനർജി റിക്വയർമെൻറ്റ് വേണം എന്ന് വിചാരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 50 മെഗാവാട്ട്സിൻ്റെ ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ IEX വഴി മേടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ നോക്കുക, രാജസ്ഥാനിൽ ഒരു കമ്പനി, അവർ സ്വന്തമായിട്ട് പവർ പ്ലാന്റിൽ ഒരുപാട് പവർ ജനറേറ്റ് ചെയ്യും. അവർക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾക്ക് അവർക്ക് എക്സ്ട്രാ ഉണ്ട്, അതവർക്ക് എവിടെ സെല്ല് ചെയ്യാം? IEXൻ്റെ പ്ലാറ്റ്ഫോം വഴി സെല്ല് ചെയ്യാം എന്നുള്ള. അപ്പോൾ ബയറും സെല്ലറും കൂടെ ഓർഡർ മാച്ച് ചെയ്യുന്നു IEXൽ. എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ അവിടെ ട്രേഡിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് രീതിയിൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കും. അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡാം, അതായത് ഡേ അഹെഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിക്ക് നാളെ 10 മെഗാവാട്ട് വേണം, നാളെയാണ് വേണ്ടത്, പക്ഷേ ഇന്നേ മേടിച്ചു വയ്ക്കാം. അതിനെയാണ് നമ്മൾ ഡേ അഹെഡ് മാർക്കറ്റ് എന്ന്. രണ്ടാമത് റിയൽ ടൈം മാർക്കറ്റ്. റിയൽ ടൈം മാർക്കറ്റ് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി പെട്ടെന്ന് ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് സപ്ലൈ വേണം, പെട്ടെന്ന് മേടിക്കണം, അതിനെ മേടിക്കാം. അതിനാണ് റിയൽ ടൈം മാർക്കറ്റ്. പിന്നെ ഗ്രീൻ എനർജി മാർക്കറ്റ്. ഗ്രീൻ എനർജി മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ TCS അല്ലെങ്കിൽ ഇൻഫോസിസ് പോലെയുള്ള കമ്പനിക്ക് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ എനർജി വേണം. അവർ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അവർക്ക് IEX വഴി വേറൊരാളുടെ മേടിക്കാം എന്നുള്ളതാണ്. ഇങ്ങനത്തെ പല പ്ലാറ്റ്ഫോംസും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ IEXന് ഈ എനർജി ട്രേഡിംഗ് മാത്രമല്ല, അവർക്കൊരു സബ്സിഡറി ഉണ്ട്,
IGX ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച്, അവിടെ ഗ്യാസ് ട്രേഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല അവർ കാർബൺ ക്രെഡിറ്റ്സ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടും തുടങ്ങാൻ പോകുന്നു. ലോകത്തിൽ ഈ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് വലിയ ഇൻഡസ്ട്രിയാണ്. അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഇവർ നിൽക്കുന്നതെന്നുള്ള 90% മാർക്കറ്റ് ഷെയർ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവരായിരുന്നു പ്രൈസിങ് നിശ്ചയിച്ചിരുന്നത്. ആ രീതിയിൽ ഭയങ്കര ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത കമ്പനിയിൽ പെട്ടെന്നാണ് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ തുടങ്ങി വെച്ചു, റെഗുലേറ്റർ ഇടയിൽ വരുന്നതിന്റെ പ്രശ്നം. ജൂലൈ 2025 സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ CERC വന്നിട്ട് പറഞ്ഞു മാർക്കറ്റ് കപ്ലിംഗ് വരുന്നു. മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ IEXന്റെ മോണോപ്പൊളി പോയിരിക്കുന്നു. ഇനി IEX അല്ല ഇനി ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, കോമ്പറ്റീഷൻ ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് മറ്റുള്ള എക്സ്ചേഞ്ചും IEXും എല്ലാവരും കൂടെ പൂൾ ചെയ്തിട്ടാണ് ഒരു പ്രൈസ് വരാൻ പോണേന്നുള്ളത്. അതായത് ഈ IEX ഡിക്റ്റേറ്റ് ചെയ്യുന്ന പ്രൈസ് ഒക്കെ മാറി ഇനി പൂൾ ചെയ്ത് പോവും. അതായത് ഈ പാർട്ടിസിപ്പേറ്റിംഗ് എക്സ്ചേഞ്ചുകൾ ഇതിൽ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ കപ്ലിങ്ങിൻ്റെ പ്രൈസ് ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നതും ഇവരുടെ ഇതൊക്കെ പോയി എന്നുള്ളതാണ്. IEXന്റെ ഡോമിനന്റ് പൊസിഷൻ പോയി, പ്രൈസിങ് പവർ പോയി, മാർജിൻ പോയി, കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു, പുതിയ പുതിയ എക്സ്ചേഞ്ചുകൾ വന്നു. പണ്ടും ഉണ്ടായിരുന്നു, അവരൊക്കെ ഫോർ ഫ്രണ്ടിലേക്ക് വന്നു. ചെറിയ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നുള്ളൂ, 90% IEX ആയപ്പോൾ ബാക്കി 10% മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പവർ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ്, PXIL, ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ച്, HPX ഇവരൊക്കെ സിസ്റ്റത്തിലേക്ക് വന്നു. അന്ന് ട്രേഡ് ചെയ്തിരുന്നത് ഈ പറയുന്ന ആ ജൂലൈ 2025 ട്രേഡ് ചെയ്തിരുന്നത് 208 രൂപയ്ക്കായിരുന്നു. അവിടുന്ന് ഒരു കറക്ഷൻ ചെയ്ത് 132 റുപ്പീസ് വരെ വന്നു എന്നുള്ള. ജെഫ്രീസ് ഒക്കെ ടാർഗറ്റ് പറഞ്ഞത് 105 വരെ വന്നു എന്നുള്ളതാണ്. ഇപ്പം 140 ട്രേഡ് ചെയ്യുന്നു. മാർക്കറ്റ് ക്യാപ്പ് 12,500 കോടി എന്നാണ്. PE എന്ന് പറയുന്നത് 28 പക്ഷേ ഉണ്ടല്ലോ, ഇതൊരു ആബ്സല്യൂട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ കമ്പനിയാണ്. ക്യാഷ് ഫ്ലോ കൊണ്ട് ക്യാഷ് നമ്മൾ TCSന്റെ പറഞ്ഞ പോലെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വന്ന് വീഴുകയാണ്. ഇവരെ 2021 റവന്യൂ 356 കോടി, 2025 ആയപ്പോഴത്തെ അത് ഓൾമോസ്റ്റ് ഡബിളായി 650 കോടിയായി മാറി. ഇവരുടെ പ്രോഫിറ്റ് 2021 205 കോടി, 2025 ആയപ്പോൾ 429 കോടിയായി മാറി. ഇവരെ നെറ്റ്വർക്ക് 2021 556 കോടിയാണെങ്കിൽ 2025 ആയപ്പോൾ ഡബിളായപ്പോൾ 1100 കോടിയായി മാറി എന്നുള്ള. ഡെറ്റ് ഫ്രീ ക്യാഷ് വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം മാത്രം നോക്കാം, ഇപ്പൊ ടെമ്പററി നെഗറ്റീവ് ആണോ? ആണ്. ഇനിയും താഴെ പോവുമായിരിക്കാം. പക്ഷേ ഇത് ഇനിയും ക്യാഷ് ഫ്ലോ കണ്ടിന്യൂ ചെയ്യോ? തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും. ഇതിന് ഡെപ്റ്റ് ആവശ്യമുണ്ടോ? ഇല്ല. ഇത്രയും ക്യാഷ് ഫ്ലോ ഒന്ന് വീഴുമ്പോൾ ഈ കമ്പനിക്ക് വേണമെങ്കിൽ ബോണസ് ഡിക്ലെയർ ചെയ്യാം, ഡിവിഡൻഡ് ഒരുപാട് കൊടുക്കാം, മൂന്നാമത് വേറെ കമ്പനികളെ മേടിക്കാം. ഇതിന് വരെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് രസം. ഇവരുടെ മാർക്കറ്റ് ഷെയർ 90-95% തീർച്ചയായിട്ടും 70-75% താഴെ വരും. അവരുടെ മോണോപ്പൊളി കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞ് ഈ ബിസിനസ് പോട്ടോ? എനിക്ക് തോന്നുന്നില്ല. സ്വിഗ്ഗിക്ക് സൊമാറ്റോ വന്നില്ലേ, ഏഷ്യൻ പെയിന്റ്സിന് ബർജർ പെയിന്റ്സ് വന്നില്ലേ, അങ്ങനെ പല ഇൻഡസ്ട്രിയിലും പലരും വന്നില്ലേ, വോൾട്ടാസിന് ഒരു ബ്ലൂ സ്റ്റാർ വന്നില്ലേ, എന്നിട്ടും അവർ രണ്ടുപേരും മൾട്ടി ബാഗർ ആയില്ലേ. എന്ന് പറഞ്ഞ IEX മൾട്ടി ബാഗർ ആവോ എന്ന് എനിക്കറിയില്ല. ബട്ട് IEXchange ഈസ് എ ക്യാഷ് ത്രോയിങ് മെഷീൻ and it is available at a discount. It can go down. This is not a recommendation or advice, but ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു നിൽക്കുന്നു, excellent investment opportunities come at times when quality and cash flow companies are available at a discount, and when market എന്താ പറയുക അതിനെ വേറൊരു മിസ്പ്രൈസ് ചെയ്ത് ഇടുന്ന സമയത്തായിരിക്കും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതൊരു സോളിസിറ്റേഷനോ അഡ്വൈസോ ഇതൊരു എന്താ പറയുക ഒരു ബൈ റെക്കമെൻഡേഷനോ അല്ല. നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിൽ മാത്രം നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോവുക. ഓവർ ടു യു ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് ഇനി ഓപ്പണിംഗ് അവറിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.